Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. ആടുജീവിതം സിനിമയിലെ മലബാർ ഹോട്ടൽ എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമയാണ് ഇന്ന് എന്റെ മുന്നിലിരിക്കുന്നത് കുഞ്ഞിക്ക. അത് നമ്മൾ ഓർക്കണില്ല. ഇതിപ്പോൾ ഇങ്ങനെ വന്നവരിങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇയാളെ തന്നെ നമ്മൾ ഓർക്കുന്നത്. ഇയാളെ പേരിൽ നമ്മളെ ഇതിലുള്ള സുക്കൂർ എന്നാണ്. അപ്പോൾ അയാൾ ഇന്നലെ ചാനലിലൊക്കെ പറയുന്നത് കേട്ടിങ്ങനെ നമ്മൾ അതിന് തിരുത്താനൊന്നും നമ്മൾ തയ്യാറല്ല. കാരണം അങ്ങനെ പോയിക്കോട്ടെ. അത് ചിലപ്പോ ഓർമ്മയില്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും ആവിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അത് പറയില്ലാന്ന് എനിക്ക് തോന്നിയത് ഞാനത് കണ്ടപ്പോൾ. എൻ്റെ ഒരാൾ വന്നിരുന്നു ഇപ്പോഴൊന്നല്ല ഈ നോവൽ എഴുതുന്ന എഴുതുന്ന സമയത്ത്. പിന്നെ അങ്ങനെയാണോ ആരോന്ന് എനിക്കറിയില്ല. നമ്മളാളെ കൂടുതൽ പരിചയപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ ആ കഥകൾ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. ഞാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. ശരിക്കും ഞാൻ പഠിച്ച നമ്മളിതിൽ പറഞ്ഞാൽ ഈ കൈ കൊണ്ട് കൊടുക്കും ഈ കൈ അറിയാൻ പാടില്ല എന്നുള്ളത്. അതാണ് അതിൻ്റെ രഹസ്യം. നമ്മൾ ഈ കൈ കൊണ്ട് കൊടുക്കും ഈ കണ്ണി അങ്ങനെ നമ്മളത് അങ്ങനെ സൂക്ഷിച്ചാണിത്. ഇപ്പം ഇങ്ങനെ സിനിമയായി വന്നതുകൊണ്ട് പരസ്യം ചെയ്യുന്നു മാത്രം. അതിൽ നമുക്ക് നല്ല വിഷമങ്ങളും ഉണ്ട്. ഒരാൾ വന്നത് വളരെ പൂര നക്തനായിട്ടാണ് വന്നത്. അബൂബക്കറാണ് അയാളെ പേര്. അയാൾ കൊല്ലത്തുകാരനാണ്. ആടുജീവിതം എന്നൊരു ബുക്ക് ഇറങ്ങിയപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു അത് വാങ്ങി വായിച്ചു. ഞാൻ നോക്കിയപ്പോൾ 50% അതിൽ ഓക്കെയാണ്. 50% പിന്നെ അതിന്റെ കൊഴുപ്പിന് വേണ്ടിയിട്ട് ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോയി റൂമിലാക്കിയതാണ്. എനിക്കൊരു മാനസിക രോഗിയായിരുന്നു. ഇതൊക്കെ പറയുമ്പോഴും ഇക്കടെ മുഖത്തൊരു വിഷമം പോലെ കാണുന്നുണ്ടല്ലോ. ഹായ്, ബിഹൈൻഡ് വുഡ് സൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് ആടുജീവിതം സിനിമയിലെ മലബാർ ഹോട്ടൽ എന്ന് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമയാണ് ഇന്ന് എൻ്റെ മുന്നിലിരിക്കുന്നത് കുഞ്ഞിക്ക. ഹായ്, ഇതൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കണു. നമ്മള് പടത്തിലൂടെ ഒരാളെ സഹായിച്ചത് കണ്ടു. പക്ഷെ അതല്ലാണ്ട് അതിന് പുറമെ ഒരുപാട് പേരെ സഹായിച്ചിട്ടൊരു വ്യക്തിയാണ് കുഞ്ഞിക്ക. അപ്പം മൊത്തത്തിൽ എത്ര പേർക്ക് ഇങ്ങനെ സഹായം കൊടുത്തിട്ടുണ്ട്? അതങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റൂല. ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നില്ല. നമ്മള് കൂട്ടുകാർ കുറച്ച് ആളുണ്ടായിരുന്നു. അവരൊന്നിച്ച് കൂടി ചെയ്യുന്നതാണ്. നമ്മളാണ് അതിന്റെ ഇതുണ്ടാകുക. അതുകൊണ്ട് സ്ഥാപനമായിട്ട് ഇരിക്കുന്നതുകൊണ്ട് നമ്മളെ പേര് വന്നുള്ളൂ. അത് നമ്മളെ ഓർമ്മയിൽ 13-14 ആളുണ്ടായിരിക്കണം. കാര്യം നമ്മൾ ഓർക്കണില്ല. ഇതിപ്പോൾ ഇങ്ങനെ വന്നവരിങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ഇയാളെ തന്നെ നമ്മൾ ഓർക്കുന്നത്. ഇയാളെ പേരിൽ നമ്മളെ ഇതിലുള്ള സുക്കൂർ എന്നാണ്. അപ്പൊ അയാൾ ഇന്നലെ ചാനലിലൊക്കെ പറയുന്നത് കേട്ടിങ്ങനെ നമ്മൾ അതിന് തിരുത്താനൊന്നും നമ്മൾ തയ്യാറല്ല. കാരണം അങ്ങനെ പോയിക്കോട്ടെ. അത് ചിലപ്പോ ഓർമ്മയില്ലാത്തത് കൊണ്ടോ എന്തെങ്കിലും ആവിരിക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി. അത് പറയില്ലാന്ന് എനിക്ക് തോന്നിയത് ഞാനത് കണ്ടപ്പോ. ആരെങ്കിലും പ്രേരണ ഉണ്ടായിട്ട് പറയാനും പറ്റില്ല. ഈ അവകാശവാദങ്ങൾ ഉന്നയിച്ച് വേറെ അവിടെ നിന്ന് കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചൊക്കെ പലയിടത്തും ഞാൻ കേട്ട്. ഞാനാണ് ചെയ്തത് ഇങ്ങനെയാണ് ചെയ്യുന്നൊക്കെ. ഞാൻ അതിനും മറുപടി ഒന്നും കൊടുത്തിട്ടില്ല. നമ്മള് അത് അങ്ങനെ മറുപടി കൊടുത്തിട്ടൊരു ഇത് പ്രതീക്ഷിക്കണില്ല. അതിങ്ങനെ വരുമ്പോൾ ആള് നമ്മളിങ്ങനെ വന്നുപെടുന്നതാണ്. നമ്മള് ആദർശ ഒരു മനുഷ്യൻ അങ്ങനെ ജീവിക്കാനുള്ളൊരു ആഗ്രഹം ഒരു മനുഷ്യനും ഉണ്ടാവില്ല. ആ മനുഷ്യന്റെ സാഹചര്യത്തിനനുസരിച്ച് വന്ന് അന്യ നാട്ടിലാണ്. അവിടെ വന്നവിടുത്തെ ജീവിത രീതി അങ്ങനെ ആകുമ്പോൾ ആളങ്ങനെ ആയി പോവുകയാണ്. അപ്പൊ അതിൽ നിന്ന് ആളെ രക്ഷിച്ച് എങ്ങനെ നാട്ടിൽ എത്തിച്ച് നാട്ടിൽ കയറി പോകാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക എന്നുള്ള നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനെന്തെങ്കിലും ഭക്ഷണം കൊടുക്കുക, പോരാൻ സൗകര്യം ഇല്ലെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ താമസിക്കാൻ 4 ദിവസം 8 ദിവസം താമസിക്കാൻ കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക. പിന്നെ പോരാൻ പൈസ ഇല്ലെങ്കിൽ ടിക്കറ്റിന്റെ പൈസ നാട്ടിൽ എത്താനുള്ള പൈസ അങ്ങനെ സംഘടിപ്പിച്ച് കൊടുക്കുക. അത്രേ ഉള്ളൂ. അത് അങ്ങനെ ചെയ്തു പോയാ നമ്മളെ ആ നാട്ടിലേക്ക് പോകാനുള്ള ആൾ ഇവിടെ നമ്മളിരുന്നാൾ പോകുന്നത് നമ്മളാളെ മറന്നു ചെയ്തു. പിന്നെ ആളെ നമ്മൾ ഓർക്കണമില്ല, അവർ നമ്മളെ കാണുന്നില്ല. നമ്മൾ നമ്പറോ കാര്യങ്ങളൊന്നും അവിടെ കൈമാറലില്ല. ചിലവരവിടെ വന്നാലും നാട്ടിലത്തെ നമ്പർ വരും, നമ്മളവർക്ക് വിളിച്ച് ബന്ധപ്പെടാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും. നാട്ടിൽ പോയിട്ടുണ്ടെന്ന് വിവരം പറയും. അങ്ങനെ അത്ര തന്നെ. വേറെ പിന്നെ കൂടുതൽ നമുക്ക് നമ്മളതിനെപ്പറ്റി കാരണം അത് നമ്മളൊരു പരസ്യം ചെയ്യാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉദ്ദേശം ചെയ്യുമ്പോഴാണത് നമ്മൾ കൂടുതലായിട്ട് അതിനെപ്പറ്റി ഇതാ ചെയ്യുക. നമ്മൾ അതങ്ങനെ എത്രയും സ്വകാര്യമായിട്ട് ചെയ്യാൻ പറ്റുക അങ്ങനെ ചെയ്യാന്നുള്ളതുള്ളൂ നമ്മളതിൽ. അത് പടച്ചോനെ അങ്ങനെ നമ്മളെ കൊണ്ട് അങ്ങനെ നമ്മളെ മാർഗത്തൂടെ ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റുകയാണ്. അങ്ങനെ രക്ഷപ്പെട്ടോട്ടെ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണേ. നമ്മളായിട്ട് ഒരാളെ രക്ഷപ്പെടുത്താൻ നമുക്ക് പറ്റൂല. ഒരാളെ രക്ഷപ്പെടുത്താനും പറ്റില്ല, നമുക്ക് ഒരാളെ കഷ്ടപ്പെടുത്താനും പറ്റില്ല. അതിന് രണ്ടിനും നമ്മളെ കൊണ്ട് കഴിയില്ല. അത് പടച്ചോൻ തന്നെ കണക്കാക്കിയതുമാതിരി വരുള്ളൂ. അപ്പം അങ്ങനെ വന്നു പോയി കുറേ ആൾ വന്നു പോയി എന്നല്ല പോയിട്ടുണ്ട്. ഇതിൽ ഒരാൾ വന്നത് വളരെ പൂര നക്തനായിട്ടാണ് വന്നത്. അബൂബക്കറാണ് അയാളെ പേര്. അയാൾ കൊല്ലത്തുകാരനാണ്. അയാൾ വന്ന് ഇതേമാതിരി നമ്മൾ വന്ന് പറഞ്ഞ പാസ്പോർട്ടൊക്കെ എടുത്ത് റെഡിയാക്കി പോകുമ്പോൾ നല്ല മാനസികാവസ്ഥയിലല്ലായിരുന്നു. പിന്നെ ഒരാളെ കൂടെ നാട്ടിലെത്തിയെന്ന് പറഞ്ഞാൽ അടുത്ത് കൊടുത്ത് വിട്ടാൾ നാട്ടിലെത്തിച്ച് വീട്ടിലെത്തിച്ചു കൊടുത്തേക്കെന്ന് പറഞ്ഞ് നമ്മളെത്തി. പിന്നെ നമ്മളതിനെ പറ്റി ഒന്നും മെയിൻ ചെയ്തിട്ടില്ല. നമ്മൾ ഒരാളൊപ്പം അയച്ചു കൊടുത്തുകൊണ്ട് അയാൾ പിന്നെ തിരിച്ചു വന്നപ്പോൾ നമ്മളോട് പറഞ്ഞു അവരെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് നമ്മൾ പോകുന്നതെന്ന്. നമ്മൾ പ്രത്യേകം പറഞ്ഞു അയാൾക്ക് മാനസികാവസ്ഥ ഉണ്ടാവുകൊണ്ട് കയ്യിൽ വിട്ടു പോരെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇവര് ശരിക്കും എങ്ങനെയൊക്കെ പെട്ടുപോകുന്നത് അവിടെ എത്തിയിട്ട്? ഇവിടുന്ന് ട്രാവൽസ് വിസ, നല്ല വിസ, അത് വിസ 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 എന്നൊക്കെ പറഞ്ഞ് പോകും.
അവിടെ ചെല്ലുമ്പോൾ അവിടെ ഏത് നാട്ടിലുണ്ടല്ലേ മോശപ്പെട്ട ആൾക്കാർ, അതെ 1% 2% നമ്മുടെ നാട്ടിൽ നമ്മൾ ഇന്ത്യയിൽ എത്രയുണ്ട് അങ്ങനെ ആൾക്കാർ. അതുമാതിരി 1-2% അറബികൾ എത്ര മോശപ്പെട്ടവരുണ്ടാവും. അവരുടെ ജീവിതം അങ്ങനെ തന്നെയാണ്, അറബികളുടെ ജീവിതം അങ്ങനെ തന്നെയാണ്. ഈ മരുഭൂമി ആടും വേറെ പുറലോകമൊന്നും അവർക്കില്ല. അവരും അതേമാതിരി ചെട പിടിച്ച മുടിയൊക്കെ ഇട്ടാണ് അവർ നടക്കുന്നത്, കുളിയും നനയൊന്നുമില്ല. അപ്പൊ അവർക്ക് പിന്നെ മനുഷ്യനായിട്ട് കാണാൻ കഴിയില്ല. അവർക്ക് അവരടുത്ത് നമ്മളെ ഭാഗ്യദോഷത്തിന് ചെന്ന് പെടുന്ന ആളാണ് ഈ കഷ്ടപ്പെടുന്നതും ബുദ്ധിമുട്ടാവുന്നതും ഒക്കെ. അപ്പൊ തിരിച്ച് ഇപ്പം എങ്ങനെയാ അവരൊക്കെ എങ്ങനെ കണ്ടുമുട്ടുക? മരുഭൂമിയിൽ കൂടി കുറെ നടന്ന് കുറെ ഓടി പിന്നെ ഏതെങ്കിലും കിട്ടിയ വണ്ടിയിലൊക്കെ കയറി. നമ്മളെ ടൗണിലാണ് ഉള്ളത്. അപ്പൊ അവിടെ ഏതെങ്കിലും വണ്ടിക്കാർ ടാക്സിക്കാരെങ്കിലും കിട്ടി അവർ കൊടുന്ന് അവിടെ ഇറക്കി കൊടുക്കും. അങ്ങനെ അലിഞ്ഞ് തിരിഞ്ഞ് നടക്കും. ആരെങ്കിലും പറയും ഇങ്ങനെ ഒരാളുണ്ട് നിൽക്കുന്നു പറയുമ്പോൾ നമ്മൾ ആരെങ്കിലും വിളിച്ച് റൂമിൽ കൊണ്ടുവരലാണ് അധികം. വേറെ ആരെങ്കിലും കൊണ്ടുപോകുന്നുണ്ടോ? നമ്മളുടെ അടുത്ത് വന്നതല്ലേ നമുക്കറിയുള്ളൂ. നമ്മളുടെ അടുത്ത് വന്നത് മാത്രമായിരിക്കും വേറെ അതേമാതിരി കുറേ ആൾ പലരും കൊണ്ടുപോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ കൂട്ടായ്മ 5-10 ആളുണ്ട് നമ്മളവിടെ. അപ്പോൾ അവർ എല്ലാവരും ആരെങ്കിലും ഒരാൾ കണ്ടുമുട്ടും. അപ്പോൾ പറയും ഇങ്ങനെ ആൾ നിൽക്കുന്നുണ്ട്, നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ വിളിച്ച് കൊണ്ട് റൂമിലാക്കി അങ്ങനെയാണ് ചെയ്ത് കൊടുക്കൽ. കൂടുതൽ 10 ദിവസമൊക്കെ നിൽക്കലുള്ള ആള്. 10 ദിവസം കൂടുതൽ. അപ്പോൾ നമ്മളെങ്ങനെ എംബസിയിൽ നിന്ന് ഔട്ട് പാസ് എടുത്ത് കയറ്റി വിടും. ഇയാൾ കുറച്ച് കൂടുതൽ നിൽക്കണം. ഇയാൾ നമ്മളങ്ങനെ അല്ലാന്ന് പറയുന്നുണ്ടെങ്കിലും സുക്കൂർ തന്നെ ആൾ ഏകദേശം 18-19 വയസ്സ് നമ്മൾ താമസിച്ചിട്ടുണ്ട്. 19 ദിവസത്തോളം കൂടെ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ എന്തൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ഭക്ഷണം, റൂം, ഞങ്ങൾക്ക് മറ്റു സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിരുന്നു. പിന്നെ നാട്ടിൽ പോരാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിട്ടാണ്. പിന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് അങ്ങനെ അന്ന് ആ സമയത്ത് എംബസിന് ഔട്ട് പാസ് കൊടുത്തിരുന്നില്ല, ജയിലിൽ മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. അങ്ങനെയാണ് മൂപ്പര് ജയിലിൽ പിടുത്തം കൊടുത്തിട്ട് ജയിലിൽ കൂടി പോകുന്നത്. ജയിലിൽ കൂടി പിടുത്തം കൊടുത്താൽ 90% സൗദി ഗവൺമെന്റ് ടിക്കറ്റ് കൊടുക്കും. പാസ്പോർട്ട് എംബസി പാസ്പോർട്ട് കൊടുത്താൽ അത് മൂപ്പര് പാസ്പോർട്ട് എടുക്കാൻ മേലെ കയറി പോന്നിരിക്കുന്നു. നമുക്ക് ആ ചിലപ്പോൾ നമുക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങളും ബാക്കിയൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത് ഒരു 19 ദിവസം. ഇക്ക സിനിമ കണ്ടായിരുന്നു എന്നിട്ട്? കണ്ടിട്ടില്ല. പൊതുവെ ഞാൻ കാണില്ല. പിന്നെ ഇപ്പൊ നോലുമ്പല്ലേ പിന്നെ എന്നോട് താല്പര്യമില്ല. കാരണം അത് കുറെ ഉള്ളതും കുറെ ഇല്ലാത്തൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് നമുക്കത് കാണുമ്പോൾ അതിന് യഥാർത്ഥം മറ്റതും കൂടി കാണുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ട് പോലെ തോന്നും അല്ലേ? അപ്പൊ ശരിക്കും വരുമ്പം യഥാർത്ഥം ഉണ്ടായ കഥ എന്തായിരുന്നു എനിക്ക് മനസ്സിലായിണ്ടായിരുന്നോ? എങ്ങനെ ആദ്യം ഒരാൾ വന്ന് രണ്ടാമത് സാറോട് ചോദിച്ചറിഞ്ഞത്. അന്ന് നമ്മളൊന്നും ചോദിച്ചില്ല. അപ്പോഴാണ് പറഞ്ഞ് ഇങ്ങനെ വന്ന് 2-2.5 വർഷമായിന്ന് പറഞ്ഞ് ഇതുവരെ ഒരു ശമ്പളം കിട്ടിയില്ല. ശമ്പളം ചോദിക്കുമ്പോഴൊക്കെ മർദ്ദനാണ് ഉണ്ടായിരിക്കുന്നത്. അതാണ് മൂപ്പര് കിട്ടിയിരിക്കുന്ന ശമ്പളം. അത് ആ മൂപ്പരെന്നല്ല അധികം ആളുടെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അങ്ങനെ വന്നതാണ്. അപ്പോൾ വന്നാൽ പിന്നെ നമ്മൾ കൂടുതൽ അവരോട് ഇതിനെപ്പറ്റി കൂടുതൽ ചോദിക്കലില്ല. കാരണം ചോദിക്കുമ്പോൾ അവർക്ക് അധികം വിഷമങ്ങൾ വരും. അത്യാവശ്യം നമ്മൾ കാര്യങ്ങൾ അറിയാൻ നാട്ടിലേക്ക് എത്തിക്കാനുള്ള മാർഗം കാണുക എന്നുള്ളത് മാത്രമേ ചെയ്യലുള്ളൂ. ഇവര് ബെന്യാമിൻ സാറാണ് ഈ ബുക്ക് എഴുതുന്നത്. അപ്പം ഇപ്പം നജിബിക്കയുടെ അടുത്ത് പോയിട്ടായാലും സംസാരിക്കണു, കുറെ വർഷം കൂടെ ഇരുന്ന് ബുക്ക് എഴുതുന്നു. അപ്പം ഇക്കയുടെ അടുത്തേക്ക് വരുമോ? അല്ലെങ്കിൽ ഇപ്പോഴൊന്നല്ല ഈ നോവൽ എഴുതുന്ന സമയത്ത് ബെന്യാമിനാണോ ആരാന്ന് എനിക്കറിയില്ല. നമ്മളാളെ കൂടുതൽ പരിചയപ്പെടുന്നില്ല. കടയിൽ നല്ല തിരക്കുള്ള സമയത്ത് വന്നത്. വെള്ളിയാഴ്ച ഒരു നല്ല തിരക്കുള്ള കൂടുതൽ തിരക്കുള്ള ദിവസമാണ് നമുക്ക്. ആ സമയത്ത് വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അതിനോട് താല്പര്യമില്ല. പിന്നെ ആ കഥകൾ പറഞ്ഞു തരാൻ എനിക്കറിയില്ല. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങൾ പോയിക്കോളി, എനിക്ക് താല്പര്യമില്ലാന്ന് അങ്ങനെ ഇറക്കി വിട്ടതാണ് അവർ. അപ്പോൾ മൂപ്പരിൻ്റെ പേരും അഡ്രസ്സും അവിടുന്ന് ചോദിച്ച് എഴുതി വാങ്ങിച്ച് കടൻ്റെ പേരും എഴുതി പോയത്. അങ്ങനെയാണ് പിന്നെ മൂപ്പര് അതിൽ എഴുതി ചേർത്തിക്കുന്നത്. അതെ, ഇക്കായിട്ട് ഇങ്ങനെ പറയാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെ? ഇത് ഒരുപാട് പേര് ഇതേപോലെ സഹായിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഒരുപാട് വർഷമായില്ലേ അവിടെ? ഇപ്പൊ ആ ഹോട്ടലിൽ തുടങ്ങിയിട്ട് ഇപ്പൊ നാട്ടിലേക്ക് വന്നിട്ട് എത്രയായി? 8 വർഷമായി. അതിന് മുന്നേ അതിന്റെ മുന്നേ കമ്പനികളിലായിരുന്നു. കമ്പനി പോലെ ജിദ്ദയിൽ, മദീനത്ത്, തബൂക്ക്. ലാസ്റ്റ് കമ്പനി റിയാദിലായിരുന്നു. അവിടെ കമ്പനി നിൽക്കുന്ന സമയത്താണ് കട തുടങ്ങിയത് ഞാൻ. പിന്നെ കമ്പനിയൊക്കെ ഒഴിവാക്കി കുറച്ചേരം നമ്മൾ മോനുണ്ടായിരുന്നു അവിടെ, മൂത്ത മോന്. പിന്നെ കമ്പനി ഒഴിവാക്കിയത് കുറച്ചേരം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിലാണ് ഇതൊക്കെ നടന്നത്. എത്ര വർഷം ഉണ്ടായിരുന്നു മൊത്തത്തിൽ അവിടെ? മൊത്തത്തിൽ സൗദിയിൽ ഗൾഫിൽ 37 വർഷം. 37 വർഷം ഉണ്ടായിരുന്നു. ഈ 37 വർഷം കൊണ്ട് ഒരുപാട് പേരെ സഹായിച്ചു. പക്ഷേ ആദ്യകാലത്ത് നമുക്ക് അങ്ങനെ പറ്റില്ല. അങ്ങനെ കമ്പനി ആകുമ്പോൾ നമ്മൾ അങ്ങനെ ആളെ കണ്ടുമുട്ടില്ല. ടൗണിൽ നമ്മൾ എപ്പോഴെങ്കിലും വരുമ്പോഴല്ലേ. ഇവിടെ സ്ഥാപനമായിട്ട് ഇരുന്നതിൻ്റെ ശേഷം നമ്മൾ ആളിങ്ങനെ ഇങ്ങനത്തെ ആളെ നമ്മൾ ബന്ധപ്പെടും. മറ്റത് എന്തെങ്കിലും ആരെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെ കൊണ്ട് എന്തെങ്കിലും സഹായം അവർക്ക് കൊടുത്തിട്ട് എന്തെങ്കിലും സാമ്പത്തികം എന്തെങ്കിലും സഹായിച്ചാൽ കൊടുക്കുക, നിങ്ങൾ ചെയ്തു കൊടുത്താലും പറയുന്നില്ല. നമുക്ക് ആ ചെയ്യാനുള്ള ഇത് കിട്ടില്ലായിരുന്നു. ആ കമ്പനി വെള്ളിയാഴ്ച ഒരു ലീവ് ഉണ്ടാവുക. അന്ന് നമ്മളതായ കുറേ കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. നാട്ടുകാരെ കുടുംബങ്ങളെ കാണുന്നു, നാട്ടുകാരെ കാണലൊക്കെ. പിന്നെ ഇതിനൊന്നും സമയം കിട്ടില്ല. ഇത് പിന്നെ എടുത്തോളും സൗണ്ടിൽ തന്നെ നിൽക്കുന്നതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടാവില്ല. നമ്മൾ 24 മണിക്കൂർ അവിടെ ഉണ്ടാവും. അപ്പോൾ പിന്നെ അങ്ങനെ ആ സമയത്താണ് ഇങ്ങനെയൊക്കെ സംഭവമൊക്കെ നടന്നത്. പിന്നീട് ഇതിപ്പം കുറെ വർഷങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ആരും അറിഞ്ഞിരുന്നില്ല ഇക്കടെ മുഖമായാലും ഇക്കടെ ഇപ്പൊ വീട് എവിടെയാ എന്താ പേര് തന്നെ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു കുറച്ച് ദിവസം കൊണ്ടായിട്ടാണ് മീൻസ് ഇക്ക ആരാണ് എന്താണെന്ന് നാട്ടുകാരെല്ലാവരും അറിയുന്നത്. അപ്പൊ അതിനുശേഷമാണ്
ഒരാളെ മാത്രമല്ല ഒരുപാട് പേരെ സഹായിച്ചിട്ടുണ്ടെന്നും അതിനുശേഷം നമ്മൾ അറിയുന്നത്. അപ്പം അതെന്തുകൊണ്ടാണ് ഇങ്ങനെ അധികം അറിയണ്ട ആരും എന്നൊരു ചിന്ത വരാൻ കാരണം? അറിയണ്ട എന്ന് ചിന്ത പറഞ്ഞാൽ നമ്മൾ ദൈവത്തിന്റെ പ്രീതി മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മൾ ശരിക്കും ഞാൻ പഠിച്ച നമ്മളിതിൽ പറഞ്ഞാൽ ഈ കൈ കൊണ്ട് കൊടുക്കും ഈ കൈ അറിയാൻ പാടില്ല എന്നുള്ള അതാണ് അതിന്റെ രഹസ്യം. നമ്മൾ ഈ കൈ കൊണ്ട് കൊടുക്കും ഈ കണ്ണി അങ്ങനെ നമ്മളത് അങ്ങനെ സൂക്ഷിച്ചാണിത്. ഇപ്പം ഇങ്ങനെ സിനിമ ആയി വന്നതുകൊണ്ട് പരസ്യമായി മാത്രം. അതിൽ നമുക്ക് നല്ല വിഷമങ്ങളും ഉണ്ട്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ വീട്ടിൽ കയറുമ്പോൾ നമുക്കൊന്നും അവരോട് പറയാൻ പറ്റാത്തതുകൊണ്ട് മുഖം കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ മാന്യതക്ക് കുറവല്ലേ, നമ്മളൊരാളെ വീട്ടിലൊരാൾ കയറി വന്നിട്ട് നമ്മളയാൾക്ക് മുഖം കൊടുക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് വിളിക്കുന്നവരോടൊക്കെ ഞങ്ങളോട് പറഞ്ഞ മറുപടിയാണ് ഞാൻ പറയല്. പിന്നെ ഒരു ഇതേമാതിരി തെരഞ്ഞു പിടിച്ച് വരുന്നതാണ്. കഴിഞ്ഞ വീട്ടിൽ നമ്മളെ മുറ്റത്തിട്ട് വന്ന ഒരാളോട് നമ്മൾ നിങ്ങൾ പോയിക്കോളി എന്ന് പറഞ്ഞ് മടക്കി അയക്കുന്നത് നമ്മളെ മാന്യതയ്ക്ക് ചോദിച്ചതല്ല. അതുകൊണ്ട് പക്ഷെ ഇവിടെ വരുമ്പോഴായാലും എല്ലാവർക്കും ഇക്കനെ അറിയാം. ഇക്കടെ ഫോട്ടോ കാണിക്കുമ്പോഴായാലും എല്ലാവരും ഭയങ്കര അറിയുന്നത്. അപ്പം ഇവർക്കും ഇതേപോലെ ഒരുപാട് സഹായങ്ങളും കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നൊന്നും ചെയ്യലില്ല. നമ്മളെന്തെങ്കിലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യും. അങ്ങനെ ഒരു വലിയ സമ്പത്തൊന്നും ചെയ്യാനുള്ള സമ്പത്ത് നമ്മളെടുത്തില്ല. നമ്മളെടുത്തുള്ളതിനെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്ത് മാത്രം. നമ്മൾ വാപ്പായിട്ട് നാട്ടിൽ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. വാപ്പാനെ അങ്ങനെയാണ് നമ്മളെല്ലാവരും നമ്മളെ മക്കളൊക്കെ ഞങ്ങളെ ജ്യേഷ്ഠന്മാരൊക്കെ എല്ലാവരും അറിയപ്പെടുന്നത്. അപ്പോൾ നാട്ടിലൊരു പണിയിരുന്ന് പിന്നെ ഓരോ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടിരുന്ന ഒരാളാണ്. ഈ നോവൽ എഴുതേണ്ട ആരോ വന്നിട്ട് ചോദിച്ചപ്പോഴും ഒന്നും പറയാൻ താല്പര്യപ്പെട്ടിട്ടില്ല. പക്ഷെ പിന്നീട് ഇങ്ങനത്തെ ഒരു ബുക്ക് ആടുജീവിതം എന്നൊരു ബുക്ക് ഇറങ്ങിയപ്പോ ശ്രദ്ധിച്ചായിരുന്നു. അത് വായിച്ചിരുന്നു പ്രധാന ഭാഗങ്ങളൊക്കെ വായിച്ചു. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊരു 50% അതിൽ ഓക്കെയാണ്. 50% പിന്നെ അതിന്റെ കൊഴുപ്പിന് വേണ്ടിയിട്ട് കുറെ ഇല്ലാത്തത് എഴുതിയിട്ടുണ്ടോ? ഇപ്പൊ ഈ സഹായിച്ചിട്ട് ഇതേപോലെ കുറെ പേരെ സഹായിച്ചിട്ട് ആരെങ്കിലും എപ്പോഴെങ്കിലും നാട്ടിലെത്തിയിട്ട് വിളിക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്പർ ആരും കൊടുക്കണില്ല, താല്പര്യപ്പെടുന്നില്ല അല്ലെ? അതെന്തുകൊണ്ട് അങ്ങനെ? മീൻസ് ഇപ്പൊ നാട്ടുകാരൊന്നും അറിയണ്ടെന്നുള്ളത് ഓക്കെ, പബ്ലിസിറ്റി ഒന്നും വേണ്ടെന്ന് വെച്ചാൽ, പക്ഷെ അവരവിടെ നാട്ടിലെത്തിയിട്ട് സഹായിച്ച ആൾക്കാരെ വിളിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ ഉണ്ടാവുക. അപ്പൊ അവരും വിളിക്കേണ്ടെന്ന് തോന്നാൻ കാര്യം എന്താ? അത് നാളെ അത് ഒരാൾ കാണുന്നുണ്ടല്ലോ, അയാളെടുത്തുണ്ടാവുമല്ലോ അതിന്റെ കണക്കുകളൊക്കെ. നമ്മൾ അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. പറച്ചവൻ്റെ അടുത്തുണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ വേറെ ഒന്നും ഉദ്ദേശിക്കുന്നില്ല. ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തു മനസ്സിനൊരു തൃപ്തിയാണ് അത്. കാരണം ഒരു പാവപ്പെട്ടവനെ സഹായിച്ചാൽ നമുക്ക് അതിന്റെ മനസ്സാധാനം കിട്ടും, അത്രേ ഉള്ളൂ. അതെ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഇക്കടെ മുഖത്തൊരു വിഷമം പോലെ കാണുന്നുണ്ടല്ലോ. അതെ, നമുക്കത് അറിയിക്കാൻ താല്പര്യമില്ലാത്തതാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ പല പ്രശ്നങ്ങളിലും പെട്ടിട്ടുണ്ട്. എന്തൊക്കെ അനുഗ്രഹം കൊണ്ട് ഞാൻ കഴിച്ചിലായി പോകുകയും ചെയ്തിട്ടുണ്ട്. ഈ സഹായിച്ചതിന്റെ പേരിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടിട്ടുണ്ടോ? അല്ലല്ല, നമ്മള് വേറെ പോലെ ഇടപാടിൽ ഇടപെട്ടുകൊണ്ട് സാമ്പത്തിക മറ്റുന്ന ബുദ്ധിമുട്ടുകളൊക്കെ പലതും വന്നിട്ടുണ്ട്. നമ്മളെ കാരണം കൊണ്ടല്ല, അതേമാതിരി ഓരോരുത്തരുടെ കാരണം കൊണ്ടാണ്. പക്ഷെ അതിനൊക്കെ നമ്മൾ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ നമ്മൾ രക്ഷപ്പെട്ടു പോകുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ അത് അങ്ങനെ ഈ ആളിലൊക്കെ പ്രാർത്ഥന ആയിരിക്കും. അതെ. പക്ഷെ കുറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വന്നിട്ടുണ്ട് അല്ലേ? ആ, ബുദ്ധിമുട്ട് അങ്ങനെ കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. അത് തീർന്നു പോയി ചെയ്തിരിക്കണേ, പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അത് നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്തതല്ല, ഇങ്ങനെ ഓരോരുത്തരുടെ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് വന്നു പോയതാണ്. ഇപ്പം നാട്ടിലേക്ക് വന്നിട്ട് 8 വർഷമായി. എന്നിട്ടിപ്പം ഇവിടെ എന്താ ചെയ്യുന്നേ? ഇവിടെ വന്ന സമയത്ത് എനിക്ക് ബാംഗ്ലൂർ കടക്കണ്ടായിരുന്നു. ഞാൻ അതൊക്കെ ഒഴിവാക്കി പോകുന്നതാണ്. കട ബാംഗ്ലൂർ ആയിരുന്നു ഉണ്ടായിരുന്നു. അതവരിങ്ങനെ മക്കൾ നടത്തി പോയത്. പിന്നെ അതവിടെ ഞാനവിടെ പോയൊക്കെ നമുക്കതൊരു മനസ്സിനൊരു തൃപ്തി തോന്നിയില്ല ആ ബിസിനസ്സിനോട്. അതൊന്നാമത് ജീവിതം അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലെ ഒരു ചിട്ടകോടെ ജീവിച്ച ആളാണ്. നമ്മളെ വാപ്പായി നമ്മളങ്ങനെ ജീവിപ്പിച്ചതാണ്. അപ്പോൾ അവിടെ അതിന് കഴിയൂല. ബാംഗ്ലൂർ പോയിരിക്കാം. ബാംഗ്ലൂരിലെ ജീവിതം ഒരു 90% ആൾക്കാർക്കും അങ്ങനെ കഴിയൂല. അങ്ങനെ കുറേ ജോലി ചെയ്യുന്നു, കുറേ പൈസ ഉണ്ടാക്കുന്നു, കുറേ കിടന്നു തുടങ്ങുന്ന അങ്ങനെ ഒരു ജീവിതം. പൈസ ഉണ്ടാക്കാൻ നല്ല സുഖമാണ് ബാംഗ്ലൂർ. ഇഷ്ടം പോലെ പൈസ കിട്ടും. കക്കും ഒന്നും വേണ്ട. നമ്മൾ ബിസിനസ് ചെയ്താൽ നല്ല ലാഭമുള്ള സ്ഥലമാണ്. പക്ഷെ അങ്ങനത്തെ ഒരു ജീവിതമാണ്. അപ്പൊ അതിന്റെ മക്കൾ ജീവിക്കേണ്ട നമുക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വെക്കും ഒക്കെ വേണ്ടാന്ന് വെച്ചു, നിർത്തി പോന്നു. അപ്പം ഇപ്പൊ മക്കളൊക്കെ എന്താ ചെയ്യുന്നത്? എയർപോർട്ടിന്റെ അടുത്ത് ഉണ്ട്, ചപ്പാത്തി കമ്പനി. ഒരാൾ ഗൾഫിലുണ്ട്. പിന്നെ മകള് കല്യാണം കഴിച്ചു പോയി, കുട്ടികളയക്കണം. എല്ലാവരും കല്യാണം കഴിച്ച് കുട്ടികളും മക്കളൊക്കെ കഴിക്കണം. ഒരു ബുദ്ധിമുട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ബാധ്യതയില്ല. ഇപ്പൊ ഫ്രീ ആണ്. ഇപ്പൊ സന്തോഷം, സമാധാനം അല്ലേ? ഇപ്പൊ ആ ഹോട്ടല് നടത്തുണ്ടോ ആരെങ്കിലും? വേറെ പേരൊക്കെ മാറിയാണ്, വേറെ ആളുടെ കയ്യിലാണ്. ഇപ്പൊ എന്താ പേരിട്ടുള്ളതെന്ന് അറിയോ? പേര് മലാസ് എന്നാണ്. ഇക്ക നടത്തുമ്പോ മലബാർ ഹോട്ടൽ എന്നായിരുന്നില്ല, ആ പേര് ആരായിട്ടുണ്ടായിരുന്നു? ഞാൻ തന്നെ വെച്ചതാണ്. അതെന്തുകൊണ്ട് അങ്ങനെ ഒരു പേര് വെക്കാൻ തോന്നി? അത് നമ്മള് മലബാറുകാരനല്ലേ എന്നുള്ളവർക്ക് അങ്ങനെ ഒരു പേര് വെച്ചതാണ് അല്ലേ? അവിടെ അതുപോലെ ഒരുപാട് മലയാളീസ് എനിക്ക് തോന്നുന്നു ഒരു ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ് അത് എന്നുള്ളത്. അപ്പം ഇക്ക ആ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ മലയാളീസ് ആയിരിക്കും വരുന്നുണ്ടാവുക. അതല്ലാതെ വേറെ ആരെങ്കിലും വരാറുണ്ടോ ഹോട്ടലില്?
എന്തെങ്കിലും അങ്ങനെ ആരും നമ്മളെ അടുത്തേക്ക് എത്തിയിട്ടില്ല. ആകെ ഒരാൾ മാത്രമേ നമ്മളെ അടുത്ത് വന്നിട്ടുള്ളൂ, ഒരു UP-കാരൻ. അതെ. അത് ഇതേമാതിരി നമ്മൾ നിർത്തി നാട്ടിൽ പോകാനുള്ള സൗകര്യം ചെയ്തിട്ട് ആൾ പോയി മാത്രം. മറ്റതൊക്കെ മലയാളികൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ബാക്കി ഇപ്പം സഹായം തേടി എത്തുന്ന ആൾക്കാരായാലും മലയാളികളായിരിക്കും അല്ലേ? മെയിനായിട്ട് ഇപ്പൊ അവിടെ ആരെങ്കിലും എത്തിയാലും അവർ ഇക്കാരന്റെ ഹോട്ടലിലേക്കായിരിക്കും അവരെ പറഞ്ഞു വിടേണ്ടത്. കണ്ടാലും അവർ മലബാർ പോയിക്കോളെ, അവിടെ എന്തെങ്കിലും സൗകര്യം ചെയ്തു തരുമെന്ന് പറഞ്ഞു വിടലുണ്ട്. നമ്മളിട്ട് അറിയുന്ന ആളുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് കുറെ ആൾ അങ്ങോട്ട് എത്തിപ്പെടൽ. അപ്പൊ അവിടെയുള്ള ആൾക്കാർക്കും അറിയായിരുന്നു ഇക്ക അങ്ങനെ സഹായം ചെയ്ത് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്, കൂട്ടായിട്ട് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അവിടെ ചെന്ന് എന്തെങ്കിലും ഒരു വൈകിട്ടായി കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്നുണ്ട്. ഇക്കയ്ക്ക് പറയാൻ താല്പര്യം ഉണ്ടോന്ന് അറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുകയാണ്. ഇപ്പൊ അവരെത്തുമ്പോഴും ആയാലും അവരുടെ രൂപങ്ങളും കാര്യങ്ങളും എങ്ങനെയൊക്കെ ആയിട്ടാവും ഉണ്ടായിരിക്കും. ഇപ്പം നജീബ് വരുമ്പോഴായാലും രൂപം വളരെ മുസ്ലിം രൂപമായിരിക്കും. ചട്ടൊക്കെ കുറെ കീറി പറഞ്ഞിട്ടുണ്ടായിരിക്കും. മുടിയൊക്കെ വളരെ വാക്കിൽ വളർത്തിയിട്ട് വളരെ ചട പിടിച്ച് കിടക്കും. അങ്ങനെ ചട പിടിച്ചിട്ട് പൊടി ചേർത്തിട്ട് ശരീരം മൊത്തത്തിൽ ചളിയായിരിക്കും, അഴുക്കായിരിക്കും. നല്ല സോപ്പിട്ട് 2 ദിവസമൊക്കെ കുളിച്ചാലേ വൃത്തിയായി കിട്ടുള്ളൂ. മുടിയൊക്കെ ചട പിടിച്ച് പിന്നെ മുടിയൊക്കെ വെട്ടി എല്ലാം സോപ്പിട്ട് കുളിക്കുമ്പോഴേ തലക്ക് വൃത്തിയായി കിട്ടുള്ളൂ. ഒന്നാമത് മരുഭൂമിയിൽ പൊടി ചേർത്തിട്ട് കുളിക്കാൻ കൃത്യമായിട്ട് നമ്മൾ 2 നേരം അല്ലെങ്കിൽ 3 നേരം കുളിക്കുന്നതിന് 1 മാസങ്ങളോളം കുളിക്കാതിരുന്നാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പൊ ഇക്ക തന്നെയാണ് ഫസ്റ്റ് കുളിപ്പിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് കുളിക്കലൊക്കെ അവരെന്നെ സ്വന്തം ചെയ്യും. സ്വയം മാനസികമായിട്ട് വന്ന ആളുകൾ മാത്രമേ നമ്മൾ കുളിപ്പിച്ചിട്ടുള്ളൂ. ബാക്കിയൊക്കെ അവർ നമ്മുടെ സൗകര്യം ചെയ്തെടുത്ത് അവർ കയറി കുളിക്കും. വെള്ളം സൗകര്യമൊക്കെ അവിടെ ഉള്ളതല്ലേ. അപ്പം ഇതുവരെ വന്നതില് ഏറ്റവും കൂടുതൽ ഇക്കയ്ക്ക് മനസ്സുകൊണ്ട് തട്ടി വിഷമിച്ച ഏറ്റവും കൂടുതൽ വിഷമം വന്ന ഒരാളാരായിരുന്നു? അബൂബക്കർ. അബൂബക്കർ അയാളെ വന്ന് നഗ്നനായിട്ട് വലിയൊരു മനുഷ്യന് നഗ്നനായിട്ട് വരുമ്പോൾ അയാളെ എത്രമാത്രം അയാൾ പീഡനം സഹിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. അദ്ദേഹം പറഞ്ഞായിരുന്നു എന്താ ഉണ്ടായുള്ളേന്ന്? ഇതന്നെ ശമ്പളം ചോദിച്ചിട്ട് അടി കിട്ടി ഇങ്ങനെ സഹിക്കാൻ പറ്റാതെ വിട്ടു പോടിയതാണ്. അത് കമ്പനിയിലാണോ അദ്ദേഹം വർക്കിണ്ടായിരുന്നത്? ഇതിൽ തന്നെയാണ്, കൃഷിത്തോട്ടത്തിൽ തന്നെ. ഇതേ ഇതിൽ തന്നെ അല്ലേ? എന്നിട്ട് ഇതേപോലെ തന്നെ സഹിച്ച് ഇപ്പൊ ആളെത്ര അങ്ങനെ അയാൾ എങ്ങനെ എത്തിപ്പെട്ടതാണ് ടൗണിൽ നമ്മൾ ജനവാസം ഉള്ളിടത്ത്. അങ്ങനെ പിന്നെ നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ബലമായിട്ട് പിടിച്ച് കൊണ്ടുപോയി റൂമിലാക്കിയതാണ്. അയാൾ അത്രയും മാനസികാവസ്ഥയിലായിരുന്നു. ശരിക്കും ഒരു മാനസിക രോഗിയായിരുന്നു. സമരം തെറ്റിയതാണ്. പിന്നെ പിടിച്ച് റൂമിലിട്ട് 2 ദിവസം റൂമിൽ തന്നെ നമ്മൾ പുറത്ത് തുറന്നു വിടാതെ റൂമിലിട്ട് അടച്ച് ഭക്ഷണം കൊടുത്തിട്ടാണ് പിന്നെ ഒരു ലേസം നോർമലായിരുന്നു. അവിടെ ഡോക്ടർമാരെ കാണിച്ച് ഇങ്ങനെ മുഴുവനായിട്ട് ഒരു 3/4 ഭാഗം ക്ലിയർ ആയപ്പോൾ നമ്മൾ നാട്ടിൽ കയറ്റി വിട്ടത്. ഡോക്ടറെ കാണിപ്പിച്ചത് ഇക്ക തന്നെയാണ്. മറ്റേ ഹോസ്പിറ്റലിൽ മാനസിക ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല. കൊണ്ടുപോയവർ പിന്നെ ജയിൽ അതിനുള്ളിലാക്കും. പിന്നെ നമുക്ക് കിട്ടൂല ആള്. പാസ്പോർട്ട് അപ്പൊ നോർമൽ ഡോക്ടർമാരെ നമ്മൾ കാണിക്കുള്ളൂ. ഇക്ക അപ്പൊ ഹോട്ടലിലേക്ക് തന്നെ ഇങ്ങനെ വിളിക്കുമായിരുന്നു അറിയണ ഏതെങ്കിലും ഇതേപോലെ നഴ്സിനെ ആരെങ്കിലും വരെ കാണിക്കാൻ? ഇല്ല നമ്മൾ അവിടെ കൊണ്ടേ കാണിക്കും. അവിടെ ക്ലിനിക്കുകൾ കുറേ ഉണ്ട്, എവിടെയെങ്കിലും കൊണ്ടേ കാണിക്കും പരിചയമുള്ള ആൾക്കാരുടെ. ഈ നജീബിക്ക ഫസ്റ്റ് വരുമ്പോഴായാലും ഫസ്റ്റ് വന്നിട്ട് ഇക്കാരുടെ അടുത്ത് ഒരു പറഞ്ഞ കാര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇതന്നെ അവിടുത്തെ പീഡനം സഹിക്കാൻ പറ്റാതെ വന്ന് ബുദ്ധിമുട്ടായിട്ട് ഓടിക്കഴിച്ചില്ല അതാണെന്നുള്ളതാണ് പറഞ്ഞത്. എല്ലാവർക്കും വരുമ്പോൾ ഒരേ വാക്കാണ് ഉപയോഗിക്കേണ്ടത്. ഒന്നും പറഞ്ഞില്ലെങ്കിലും കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവൂല്ലേ എത്രത്തോളം അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ. ഒരുപാട് പേര് ഇതേപോലെ സഹായിക്കുമ്പോൾ ചിലപ്പോൾ പോലീസ് കേസാവും. അങ്ങനത്തെ പോലീസ് കേസാകാനുള്ള പണികളൊന്നും നമ്മൾ ചെയ്യലില്ല. അത് നിയമപരമായിട്ട് നമ്മളൊക്കെ ചെയ്യല്. എംബസി ഔട്ട് പാസ് എടുക്കും. എംബസി ഔട്ട് പാസ് നമ്മൾ ETL കൊടുത്ത എംബസി ഔട്ട് പാസ് തരും. അത് കിട്ടാതാകുമ്പോഴാണ് നമ്മൾ ജയിലിൽ പിടുത്തം കൊടുക്കല്. ജയിലിൽ കൊടുത്താൽ പിന്നെ റെക്കോർഡിക്കലായല്ലോ. ജയിലിൽ പോലീസുകാരെ മുഖാന്തരം ജയിലിൽ കൊടുത്താൽ പിന്നെ അവിടുന്ന് റെക്കോർഡിക്കലായി. അവിടെ എംബസി അവിടെ നിന്ന് വന്നിട്ടാണ് പിന്നെ പാസ്പോർട്ടിന് എഴുതി പോയി കൊടുന്നു കൊടുക്കല്. നിയമപരമില്ലാത്ത നമ്മൾ ചെയ്തിട്ടില്ല. പിന്നെ അങ്ങനെ വരുന്ന ആളെ നമ്മൾ സംരക്ഷിക്കുമ്പോൾ ഈ മോശപ്പെട്ട ഈ അറബികൾ ആരെങ്കിലും കണ്ടാലും ബുദ്ധിമുട്ടുണ്ടാവും. അതങ്ങനെ വരുന്നോടത്ത് വെച്ച് കാണാം എന്നുള്ള ചിന്ത നമ്മൾ ഒക്കെ തവക്കലാക്കിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് കാരണം നമ്മളായിട്ട് ഒന്നും ഒരു വേണ്ടാത്തതല്ലല്ലോ ചെയ്യുന്നത്. അത് പഠിച്ചവനെ തോക്കലാക്കി ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും നമുക്ക് വന്നിട്ടില്ല. അത് നമ്മൾ പരമാവധി നമ്മൾ നിയമപരമായിട്ട് ലീഗലായിട്ടുള്ള പരിപാടികളും ചെയ്യല്. അപ്പം എന്തായാലും ഇതേപോലെ ഇങ്ങനത്തെ ഒരു നല്ലൊരു വ്യക്തിയുടെ മുന്നിലിരുന്ന് എനിക്ക് സംസാരിക്കാൻ പറ്റി, അതും ഈ ഒരു നോമ്പിന്റെ ഒരു സമയത്ത് തന്നെ. അപ്പം എനിക്ക് വേണ്ടിയിട്ടായാലും നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടായാലും ഇക്കയുടെ വിലപ്പെട്ട സമയം കുറച്ചൊക്കെ ഞങ്ങൾക്ക് വേണ്ടി മാറ്റി വെച്ചു. അപ്പം അത് ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഇക്കയ്ക്കും ഇക്കയുടെ കുടുംബത്തിനും എല്ലാവർക്കും നല്ലൊരു നോമ്പുകാലം നേരുന്നു.